നമസ്കാരം കിരൺ. നമസ്കാരം. മനു പിന്നെ ലീവിലായോ? അല്ലല്ല, മനുവുണ്ട്. എനിക്ക് പറയാനുള്ള വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. പറഞ്ഞോളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കോൺഗ്രസിന്റെ സഹോദരന്മാരാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതായത് ഈ ഹൈക്കമാൻഡും ഈ തരൂരും ഒരേ ഒരു വാശി നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ താൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് രാജിവെച്ച് പൊക്കോ, ഞങ്ങളായിട്ട് കളയില്ല എന്ന് ഹൈക്കമാൻഡ്. നിങ്ങൾ എന്നെ കളയണം, ഞാനായിട്ട് പോകില്ല എന്ന് തരൂരും വാശി പിടിച്ച് നിൽക്കുകയാണ്. ഈ വാശി കുറച്ചു നാൾ കൂടെ തുടരും. അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരെ ഉണ്ടാവും. അന്ന് ഇവര് സീറ്റ് കൊടുക്കില്ല തരൂരിന് തിരുവനന്തപുരത്ത്. അപ്പോൾ BJP കാൻഡിഡേറ്റ് ആയിട്ട് തരൂർ അവിടെ മത്സരിച്ച് ജയിക്കാനാണ് തരൂർ ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രാജൻ, തരൂരിനെ പോലെ ഒരാൾക്ക് അറിയാത്തതല്ല രാഹുൽ ഗാന്ധിയെയും ഖർഗെയും ക്ഷണിക്കാതെ തന്നെ ക്ഷണിക്കുന്നത് തൻ്റെ പാർട്ടിയെ അപമാനിക്കലാണ് എന്നത്. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ രീതിയോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ്. പക്ഷെ അതറിഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നു. അദ്ദേഹം ന്യായീകരണം പറയുന്നത് താൻ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്, ആ നിലയ്ക്കാണ് പോയത് എന്നൊക്കെ. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ പദവിയൊന്നുമല്ല ഈ പറയുന്ന വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ തരൂർ അതൊന്നും അറിയാത്ത ആളല്ല. നന്നായി ഇത്തരം ഡിപ്ലോമാറ്റിക് കാര്യങ്ങളൊക്കെ ആഴത്തിൽ അറിവുള്ള ആൾ തന്നെയാണ്. തരൂർ ബോധപൂർവം അത് ഉപയോഗിക്കുകയാണോ പാർട്ടിക്കെതിരെ? നമസ്തേ സാർ. നമസ്കാരം. ഇത് തരൂർ വേണമെന്നും വിചാരിച്ച് തന്നെ ചെയ്യുന്നതാണ്. BJP കോൺഗ്രസിനെ എത്ര ഇടിച്ചു താക്കാവോ അത്ര ഇടിച്ചു താക്കാൻ നോക്കുന്നത്. കോൺഗ്രസ്സുകാർ നേരത്തെ പറഞ്ഞ ഈ പുള്ളി വന്നപ്പോഴേ പറഞ്ഞ് ഞങ്ങളെ ക്ഷണിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. എന്നിട്ടും ക്ഷണിച്ചില്ല. തരൂരിനെ ക്ഷണിച്ചു, തരൂർ പോയി. തരൂർ പോയത് തെറ്റാണ്. പക്ഷെ തരൂരിന്റെ പക്ഷം വെച്ച് നോക്കുമ്പം തരൂർ ചെയ്തത് ശരിയാണ്. തരൂരിനെ അവിടുന്ന് വിട്ടു വരണം. ഇവർ പുറത്താക്കുന്നുമില്ല, തരൂർ റിസൈൻ ചെയ്തിട്ട് വരുന്നുമില്ല. അപ്പം ഇങ്ങനെ നിൽക്കുക. അത് പിന്നെ BJPക്കാർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് എപ്പോഴും താഴ്ത്തുകെട്ടി സംസാരിക്കും. ഡെറ്റ് എക്കണോമി, പാകിസ്ഥാൻ എത്ര ഇന്ത്യന്റെ വിമാനം തകർത്തു, പിന്നെ ഇന്ത്യയിലെ വോട്ട് എത്ര കള്ളവോട്ട് ചെയ്തു, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നല്ല വിദേശത്ത് പോയി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മോദി അദ്ദേഹത്തെ ക്ഷണിക്കാത്തത്. ഇങ്ങനെയുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആള് അവിടെ വന്നിരുന്നുണ്ട് എന്ത് വേണേലും ശ്രീ രാജൻ, ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഇന്ത്യ വിരുദ്ധമായിട്ട് എന്തെങ്കിലും രാഹുൽ ഗാന്ധി ഇത്ര കാലം പറഞ്ഞതായി നമ്മളുടെ ആരുടെയും അറിവിലില്ല. നരേന്ദ്രമോദിയെയോ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധമാകുന്നത്? ശരി. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് ഡെഡ് എക്കണോമിയാണ് ഇന്ത്യയുടെ. അത് ആവശ്യപ്പെടില്ലേ? ഡൊണാൾഡ് ട്രംപ് എത്രയോ തവണ ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കില്ലേ? അതെങ്ങനെ ഇന്ത്യ വിരുദ്ധമാകുന്നത്? അത് നമ്മള് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് രാജൻ, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യ സർക്കാരോ ഒന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എതിരായ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി ഇതുവരെ സംസാരിച്ചായി നമ്മുടെ ആരുടെയും അറിവിലില്ല. അതല്ല വിഷയം. എങ്കിലും പറയുകയാണ്, താങ്കൾ ഇന്ത്യ വിരുദ്ധമായി പറയുന്നു, കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വിമർശിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അത് എല്ലാ കാലത്തും ആര് പ്രധാനമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാക്കളൊക്കെ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് അതും ഇതുമായി കൂട്ടിക്കലർത്തണ്ട. അല്ല, അത് ആർക്കും ആരെ വേണേലും വിമർശിക്കാം സാറേ. അതല്ല ഉദ്ദേശിക്കേണ്ടത്. നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് തെറ്റായി പറയുന്നത്. നമ്മുടെ നാടിനെ കുറിച്ച് എവിടെയാ തെറ്റായി പറയുന്നത്? ഇന്ത്യയിലെ സംവിധാനങ്ങൾ തെറ്റാണെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾക്ക് വിമർശിച്ചൂടെ? അതിന് രാഹുൽ ഗാന്ധി അല്ല, നാളെ ഇനി വേറെ ഒരാൾ നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവായിരുന്നാലും നരേന്ദ്രമോദിയും ചെയ്യില്ലേ? നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ ഇതിനേക്കാൾ എത്രയോ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും തെറ്റല്ല. അന്ന് ചെയ്തതും ഇന്ന് ചെയ്തതും ഒക്കെ സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നതാണ്. ശരി. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ യഥാർത്ഥത്തിൽ തരൂർ BJPയുടെ കയ്യിലെ ഒരു പാപ പോലെയാണോ വർക്ക് ചെയ്യുന്നത്? ശരിയായ 100 പാവി തന്നെയാ. അദ്ദേഹം കുറച്ച് വിശ്വവരെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷ് എല്ലാം പറയും. പക്ഷെ വിവരം എന്ന് പറഞ്ഞാല് തീരെ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത രീതിയിലാണ്. അതായത് തിരുവനന്തപുരക്കാർ കഷ്ടപ്പെട്ട് കോൺഗ്രസ്സുകാർ പിന്നെ കൈയും മെയ്യും മറന്ന് ഇദ്ദേഹത്തെ MP ആക്കി. എന്നിട്ട് ഗാർഗിയോട് തോറ്റേര് ഒരു മൂർഖം പാമ്പിനെ പകവെച്ച് പോലെയാ ഇയാൾ കോൺഗ്രസിനെ ഒരു നശിപ്പിക്കുന്ന. പണ്ടേ ഇയാളെ KC വേണുഗോപാലും മറ്റുള്ള ഹൈക്കമാൻഡും ചേർന്നിട്ട് പണ്ടേ പുറത്താക്കണ്ട. തലവേദന ഇയാളെ കുടുംബജീവിതം തന്നെ അത് തന്നെയാ ഗാർഗന്റെ കയ്യിൽ തോറ്റത്.
കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇയാൾക്ക് അനുകൂലം വിധി വന്നില്ല. അത് ശരിയാ, അത് ബഹുമാനപ്പെട്ട കോടതിനെ തെറ്റിദ്ധരിപ്പ് വക്കീലുമാരുടെ ബുദ്ധിയിൽ അയാൾ അനുകൂലം. പക്ഷെ ഇയാൾ ഉണ്ട ചോറിന് കോൺഗ്രസ് സാറ് ഇപ്പൊ ഇതിന്റെ മുമ്പിൽ പറഞ്ഞ അദ്ദേഹം പറയുമ്പം സാർ ഉരുളക്കുപ്പേരി പോലെ മറുപടി നല്ലോണം കൊടുക്കുന്നത്. അതായത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്റെ മക്കള് തെറ്റ് ചെയ്താലും നമ്മൾ അനുകൂലിക്കല്ല വേണ്ട. പ്രതിപക്ഷത്തിലേക്കും ഏത് പാർട്ടിയും ആ ഭരണകർത്താക്കന്മാരെ പറയൂ. രാഹുൽ ഗാന്ധി എന്ത് പറയുന്ന അല്ല, എന്ത് തെറ്റ് ചെയ്തിനാ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ലോകം നോക്കി നിൽക്കുന്നത്. കോൺഗ്രസിന്റെ കഷ്ടപ്പെട്ടിട്ടുള്ള കോൺഗ്രസിന്റെ അവസാനത്തെ കണ്ണികളാ. അവര് തന്നെ സമാധാനം ജീവിച്ചോട്ടെ. ജീവിതം തന്നെ അവരെ സമാധാനിപ്പിച്ചിട്ടില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധിനെ കൊന്ന് മറ്റേ ധീരവനിത ദിവാരൻ, നമ്മുടെ വിഷയം അത്ര ഇതിലല്ല, നമുക്ക് അതുകൊണ്ട് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോവാം. ശ്രീ അരുണാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ അരുൺ, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? ഹലോ, ഞാനിവിടെ പോത്തൻകോട്. അപ്പോൾ താങ്കളുടെ എം പി ആണല്ലോ തരൂർ, കോൺഗ്രസ്സുകാരനായി കൈപ്പത്തിയിൽ നിന്ന് കഴിഞ്ഞ തവണയും ജയിച്ച എം പി ആണല്ലോ. അതെ, അല്ല, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ 15 കൊല്ലമായിട്ട് ഇവിടെ എം പി ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ ഞാൻ ഇത്രത്തോളം എല്ലാ എം പിമാരും എനിക്കറിയാം, പ്രതിപക്ഷത്തിരിക്കുന്നവരെയും ഭരണപക്ഷത്തിരിക്കുന്നവരെയും ഒക്കെ അറിയാം. പക്ഷെ ഇത്രത്തോളം ഒരു പാർട്ടിയിലും സ്വാധീനമില്ലാത്ത, പ്രവർത്തകരുടെ സ്വാധീനമില്ലാത്ത ഒരു എം പി എനിക്ക് തോന്നുന്നില്ല കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാവുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ, നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ബാക്കിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നറിയാതെ അവിടെ ഒരു കോൺഗ്രസ്സുകാരും ഉണ്ടാവില്ല. ഒരൊറ്റ കോൺഗ്രസ്സുകാരും അവിടെ കാണാൻ പറ്റില്ല, ഒരു സാധാരണക്കാരനെ കാണാൻ പറ്റില്ല. അത് ജനങ്ങളോടും ബന്ധമില്ല, വിജയിപ്പിച്ചു വിട്ട പാർട്ടിയോടും ബന്ധമില്ല. ഇതിപ്പോഴല്ല, 15 കൊല്ലമായി എം പി ആയിരുന്ന ഒരാൾക്ക് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ സ്വന്തം ജില്ലയിൽ പോലും പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല. അതാ സത്യം. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴേ കോൺഗ്രസിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ BJP പോകണം, അങ്ങോട്ട് പോകണമെങ്കിൽ ആരാണ് അദ്ദേഹത്തിന് പോകാം. പക്ഷെ അദ്ദേഹം വളരെ തന്ത്രജ്ഞനാണ്. നമുക്കറിയാലോ, അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മുടെ എല്ലാ സഭകളിലും മത്സരം കാഴ്ചവെക്കുന്ന ആളാണ്. ICCയുടെ ഇതിൽ തന്നെ അദ്ദേഹം മത്സരിച്ചത് പേരെടുക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് അറിയാൻ ജയിക്കൂലെന്ന്. പക്ഷെ എവിടെയെങ്കിലും അദ്ദേഹത്തിന് എന്നും അദ്ദേഹത്തിന്റെ പേരിങ്ങനെ വരണം. ഇപ്പൊ അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ഇനിയിപ്പോ BJPയിലേക്ക് പോകണേണ് നല്ലത്. BJP അത് അവസരം മുതലാക്കുന്നു. കാരണം അതിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ.